Hi all, welcome to TOES Academy. So നമ്മൾ സെറ്റ് ഫിസിക്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചധികം ഏരിയാസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഇന്നൊരു 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ടോസ് അക്കാഡമിയിൽ സെറ്റിൻ്റെ വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഫിസിക്സ് സെറ്റിൻ്റെ കോച്ചിങ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സെറ്റിന് ഈ വീഡിയോസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ഫോക്കസ് ഏരിയാസ് ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെറിയൊരു ടൈം സ്പാനിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ മീറ്റർ സ്റ്റിക്ക് വിത്ത് എ സ്പീഡ് ഓഫ് 0.8 c moves past an observer. In the observer's reference frame, how long does it take the stick to pass the observer? അല്ലേ, അപ്പോൾ ഇത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ പ്രോപ്പർ ലെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. L ഈക്വൽ ടു L0 റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ് ഇക്വേഷൻ. എ മീറ്റർ സ്റ്റിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രോപ്പർ ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. വി എന്താണ്? സ്പീഡ് ഓഫ് 0.8 c. ഇപ്പൊ വി ഈക്വൽ ടു 0.8 c ആണ്. അപ്പൊ എൽ ഈക്വൽ ടു L0 റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്തായിരിക്കും? ഈ ഒരു രീതിയിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ചെയ്യുമ്പം ലെങ്ത് എന്ന് പറയുന്നത് 0.6 മീറ്റർ ആണെന്ന് കിട്ടും. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ദ സ്റ്റിക്ക് ടു പാസ് യു ഒബ്സർവർ. അപ്പൊ ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ആൻഡ് നമുക്ക് തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയിരിക്കുന്ന എൽ എത്രയാണ്? 0.6 ബൈ സ്പീഡ് 0.8 c ആണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2.5 എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ വളരെ ഇക്വേഷൻ അറിയുമെങ്കിൽ ബേസിക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റും. ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒരു ചെറിയ സെറ്റ് എക്സാമിന് അത്യാവശ്യം ഒരു ഫോക്കസ് ഏരിയ ആണ്. ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിന്ന് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷത്തെ എക്സാമിനും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങൾ ബേസിക്കലി ഒത്തിരി ഡീപ്പായിട്ട് കൺസെപ്റ്റുവൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ചെറിയ ചെറിയ പ്രോബ്ലംസുകൾ ചോദിക്കാറുണ്ട്. അത് കൃത്യമായിട്ട് ഇക്വേഷനുകൾ ബൈ ഹാർട്ട് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ഒത്തിരി വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫെർമി എനർജി ഫോർ സോഡിയം ഈസ് 7.04 ഇലക്ട്രോൺ വോൾട്ട്. ഇറ്റ്സ് ഫെർമി ടെമ്പറേച്ചർ ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫെർമി ടെമ്പറേച്ചർ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ചോദ്യം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്വസ്റ്റ്യന് വളരെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് EF ഇസ് ഈക്വൽ ടു ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ഇൻറ്റു ഫെർമി ടെമ്പറേച്ചർ, ഈ ഒരു ജസ്റ്റ് ഇക്വേഷൻ അറിയുമെങ്കിൽ വളരെ മിനിമൽ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ ഇത്തരത്തിലുള്ള ഏരിയാസ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ എന്താണ്? EF ഫെർമി എനർജി തന്നിട്ടുണ്ട് 7.04 ഇലക്ട്രോൺ വോൾട്ട്. കെ ബോൾട്സ്മാൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇലക്ട്രോൺ വോൾട്ടിലുള്ള വാല്യൂ ഇൻറ്റു ഫെർമി ടെമ്പറേച്ചർ. ഫെർമി ടെമ്പറേച്ചർ ആണ് കാണേണ്ടത്. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക, ആൻസർ നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് മാത്തമാറ്റിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഇക്വേഷൻ അറിയണം. അതേപോലെ KB യുടെ സബ്സ്റ്റിറ്റ്യൂഷൻ വാല്യൂ അറിയണം. ഇത്രയും കാര്യങ്ങൾ അറിയുമെങ്കിൽ വളരെ എളുപ്പം നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് കാണേണ്ട, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ചെറിയ ഈ ഒരു PYQ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന മാർക്കാണിത് അല്ലേ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ആ ഇക്വേഷൻ അറിയുമെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി തിയറിയുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ PYQs വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ, അടുത്ത റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഏരിയ. അത് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം.
നമുക്കറിയാം സെറ്റ് എക്സാമിന് മെട്രിസസ്, വെക്ടേഴ്സ് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. കോംപ്ലക്സ് അനാലിസിസിന് തീർച്ചയായിട്ടും റെസിഡ്യൂസ് ഡിറ്റർമൈൻ ചെയ്യാൻ, പോള് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി, ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി, അങ്ങനെ പല രീതിയിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകുക. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോർഷനിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2021 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. ഓക്കെ, റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി ഫോർ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ബൈ സെഡ് മൈനസ് എ ഇൻറ്റു സെഡ് മൈനസ് ബി ഈസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നിങ്ങൾ കോംപ്ലക്സ് അനാലിസിസ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നതിന് വി ഹാവ് ആൻ ഇക്വേഷൻ limit z tends to infinity എന്താണ് minus z f of z അല്ലേ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. അപ്പം ഇവിടെ f of z എന്താണ്, f of z നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതാണ് z by z minus a into z minus b. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ചെറിയൊരു ചേഞ്ച് ചെയ്യുമ്പോഴേക്കും ഇതിനകത്ത് നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും ഡിറ്റർമൈൻ ചെയ്യാൻ പോകേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. ചെറിയൊരു ചേഞ്ച് ഇതിൽ വരുത്തുമ്പോൾ നമുക്കത് ഓക്കെ ആയിട്ട് കിട്ടും. ഓക്കെ, സോ ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് z ഇൻറ്റു എഫ് ഓഫ് സെഡ് അല്ലേ. ഇപ്പൊ എഫ് ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ എഴുതുന്നു ദാറ്റ് ഇസ് z ബൈ z മൈനസ് a z minus a into z minus b. ഓക്കെ, അപ്പോൾ ഇനി ഇത് എന്ത് ചെയ്യാൻ പറ്റും, ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് z സ്ക്വയർ ബൈ ഒരു ചെറിയ ചേഞ്ച് വരുത്താൻ പോവാണ്. ഞാൻ ഇവിടെ ഒരു z സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ കൂടെ z മൈനസ് എയിൽ ബൈ z, അതേപോലെ z മൈനസ് ബിയിൽ ബൈ z കൊടുക്കുന്നു. അപ്പോൾ ഇൻറ്റു z സ്ക്വയർ ബൈ z സ്ക്വയർ, അപ്പോൾ അത് ഇൻ ഇഫക്റ്റ് അതിൽ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം, ലിമിറ്റ് ഓഫ് z ടെൻസ് ടു ഇൻഫിനിറ്റി, അപ്പോൾ ഈ z സ്ക്വയറിനെയും ഈ z സ്ക്വയറിനെയും ക്യാൻസൽ ചെയ്യാം, മൈനസ് 1 ബൈ ഇവിടെ വരുമ്പോൾ 1 മൈനസ് എ ബൈ z ഇൻറ്റു ഇവിടെ വരുമ്പോൾ 1 മൈനസ് ബി ബൈ z. ഓക്കെ, അപ്പോൾ ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, -1 എന്നായിരിക്കും ആൻസർ വരുന്നത്. സോ ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ, -1. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ലഗ്രാഞ്ചിയൻ ഫോർ എ കോമ്പൗണ്ട് പെൻഡുലം ഈസ്. അപ്പോൾ തീർച്ചയായിട്ടും സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് ഓഫ് ലഗ്രാഞ്ചിനും ഹാമിൽട്ടോണിയനും ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ വരുന്ന ഒരു അതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്, ലഗ്രാഞ്ചിയൻ ഫോർ കോമ്പൗണ്ട് പെൻഡുലം. അപ്പോൾ നമ്മൾ സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത സ്റ്റുഡൻറ്റ് ഒരിക്കലും ഇനി ഇതിൻ്റെ ടിയും വിയും ഒക്കെ ഡിറ്റർമൈൻ ചെയ്ത് പോവില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ബൈ പ്രാക്ടീസ് നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ ഇക്വേഷൻസ് അറിയായിരിക്കും അല്ലേ. എങ്കിൽ കൂടി നമ്മളിത് ഡിസ്കസ് ചെയ്യാം, അധികം ഇലാബറേറ്റ് ആയിട്ടല്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലഗ്രാഞ്ചിയൻ L is equal to T minus V സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്, നമുക്കറിയാം. സോ ഇതൊരു കോമ്പൗണ്ട് പെൻഡുലം ആണ് അല്ലേ, വേർ തീറ്റ is a angular displacement, length L and weight mg ആണ്. ഓക്കെ, സോ T ഡിറ്റർമൈൻ ചെയ്യണം. T എന്ന് പറയുന്നത് കോമ്പൗണ്ട് പെൻഡുലത്തിന്റെ കേസിൽ ഹാഫ് ഐ തീറ്റ ഡോട്ട് സ്ക്വയർ ആണ് അല്ലേ, വേർ I is a moment of inertia, theta angular displacement ആണ്, and theta dot എന്ന് വെച്ച് കഴിഞ്ഞാൽ it is a rate of change of angular displacement, അതായത് angular velocity ആണ് അല്ലേ. and V potential എന്തായിരിക്കും, yes that is minus mgl cos theta ആണ് potential എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ഇത് പഠിക്കുന്നതാണ് നമ്മുടെ ക്ലാസ്സസിലൊക്കെ, അപ്പോൾ അതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക കേട്ടോ. സോ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. L equal to T minus V എന്തേലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ പ്ലസ് mgl cos തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്, ഹാഫ് ഐ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് mgl cos തീറ്റ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി ഇതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ട് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം.
സോ ലഗ്രാഞ്ചീസ് ഇക്വേഷൻ ഓഫ് മോഷൻ, ആ ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ലഗ്രാഞ്ചിയൻ ഹാഫ് ഐ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് എം ജി എൽ കോസ് തീറ്റ ആണ്. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഈക്വൽ ടു 0 where qj is a generalized coordinate ആണ് അല്ലെ. അപ്പം ഇവിടെ q എന്ന് പറയുന്നത് qj ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് തീറ്റയാണ്. ഓക്കെ, തീറ്റയാണ് ഇവിടുത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് നമുക്ക് ആദ്യം ഡിറ്റർമൈൻ ചെയ്യണം. ദാറ്റ് ഇസ് ഹാഫ് ഐ ഇൻറ്റു 2 തീറ്റ ഡോട്ട് അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു ഐ തീറ്റ ഡോട്ട്. Okay, and we have dou L by dou theta determine ചെയ്യണം. So that is mgl into cos theta യുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. ഓക്കെ, ഞാൻ ഇത് പെട്ടെന്ന് ചെയ്തു പോവാണ്, ഇത് ക്വസ്റ്റ്യനിൽ ഇല്ല എങ്കിൽ കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ഡി ബൈ ഡി ടി ഓഫ്, ഇപ്പൊ നമ്മൾ ഇതിന്റെ കേസിൽ ഇക്വേഷൻ എഴുതുമ്പോൾ ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ തീറ്റ ഈക്വൽ ടു 0 എന്ന് വരും അല്ലെ, ആ ഒരു രീതിയിലേക്ക് വരും. സോ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ തീറ്റ ഡോട്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. സോ ദാറ്റ് ഇസ് ഐ തീറ്റ ഡബിൾ ഡോട്ട് ഓക്കെ മൈനസ് ഡോ എൽ ബൈ ഡോ തീറ്റ ഇസ് ഇവിടെ പ്ലസ് വരും, പ്ലസ് എം ജി എൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പം ഇതാണ് ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഓഫ് എ കോമ്പൗണ്ട് പെൻഡുലം. അപ്പൊ വളരെ സിമ്പിൾ ആണ്. ലഗ്രാഞ്ചിയൻ ഡിറ്റർമൈൻ ചെയ്യാൻ ചോദിക്കാം, ചില കേസിൽ ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ ചോദിക്കാം അല്ലെ. അപ്പം ചിലപ്പം ലഗ്രാഞ്ചിയൻ ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് കേസ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഓൾറെഡി ലഗ്രാഞ്ചിയൻ നോൺ ആയിരിക്കും, അതിൽ നിന്ന് നിങ്ങൾ ലഗ്രാഞ്ചീസ് ഇക്വേഷൻ ഓഫ് മോഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആണ്. അപ്പോ ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഏത്? ഹാമിൽട്ടോണിയൻ ഫോർമാലിസം. സോ നമുക്ക് അതിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, സോ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്നാണ്, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ വരുന്ന ഒരു ഭാഗമാണ് അല്ലെ. What is the momentum of an electron of mass m which has the same kinetic energy as its rest mass energy അല്ലെ. സോ ടോട്ടൽ എനർജി E എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് റെസ്റ്റ് മാസ് എനർജി ആണ് അല്ലെ, റെസ്റ്റ് മാസ് എനർജി. ഓക്കെ, അപ്പൊ റെസ്റ്റ് മാസ് എനർജി നമുക്കറിയാം എന്താണ്? mc², m0 c² നമുക്ക് എടുക്കാം. സോ ഇവിടെ തന്നിരിക്കുന്ന കാര്യം എന്താണ്? what is the momentum of an electron of mass m which has the same kinetic energy as its rest mass energy. So kinetic energy is equal to rest mass energy. So നമുക്ക് 2m0 c² ന്ന് എടുക്കാം അല്ലെ. and already നമുക്കറിയാം E എന്ന് പറയുന്നത് എന്താണ്? E² എന്ന് പറയുന്നത് എന്താന്ന് നമുക്കറിയാം, p² c² plus m0² c raised to 4 ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ E എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? root of p² c² plus m0² c raised to 4 is equal to 2m0 c² എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇനി സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ p² c² plus m0² c raised to 4 is equal to 4m0² c raised to 4. അപ്പൊ ചോദിച്ചിരിക്കുന്ന എന്ത് കാണാനാണ്? മൊമെന്റം കാണാനാണ് അല്ലെ. സോ p² c² is equal to മൈനസ് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ മൈനസ് വരും അല്ലെ. അപ്പൊ 3m0² c raised to 4. therefore p² is equal to 3m0² c raised to 4 divided by c². അപ്പോ p² is equal to 3m0² c² where p is equal to root 3m0c. ഓക്കെ, root 3m0c. അപ്പൊ ആൻസർ ഏതാണ്? ഇവിടെ m എന്നാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, root 3m0c. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ സെറ്റിന്റെ പ്രീവിയസ് ഇയറിൽ നിന്ന് ഈ ഒരു പോർഷനിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ,